You are watching Reporter Evening Show. വെൽക്കം ബാക്ക്. ഈവനിംഗ് ഷോ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. എക്സാലോജിക് വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും പ്രതിരോധം തീർത്ത CPIM ഇന്നും രംഗത്തെത്തി. ലോജിക്കൽ പ്രതിരോധത്തിൽ CPIMന് അടി തെറ്റുമോ എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ നമ്മുടെ അതിഥികൾ കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ അനൂപ് VR, CPIMനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ KN ഗോപിനാഥ്, BJP പ്രതിനിധീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് S സുരേഷ് എന്നിവരാണ്. അതിഥികൾ മൂവർക്കും സ്വാഗതം ഈവനിംഗ് ഷോയിലേക്ക്. ഈ വിവാദങ്ങളുടെ സാഹചര്യത്തിൽ ആദ്യം CPMലേക്ക് തന്നെ പോകാം എന്ന് തോന്നുന്നു. ശ്രീ KN ഗോപിനാഥ്, ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു ആകെ മുഖ്യമന്ത്രിയുടെ പടം മാത്രമാണ് വസ്തുതയായിട്ടുള്ളത്, വാർത്തകളെല്ലാം തന്നെ വസ്തുതാവിരുദ്ധമാണ് എന്ന് പറയുന്നു. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രിയെയും CPMനെയും ലക്ഷ്യം വെച്ചുകൊണ്ടൊരു രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ന്യായീകരിക്കുന്നു. EP ജയരാജൻ പറയുന്നു ഒരു പെൺകുട്ടിക്ക് കേരളത്തിൽ വ്യവസായം ചെയ്ത് ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ എന്ന്. ഒരു പടി കൂടി കടന്നു പറയുന്നു സ്ത്രീത്വമാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്നതെന്ന്. നോക്കൂ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വീണ വിജയൻ എന്ന പാവപ്പെട്ട പെൺകുട്ടിക്ക് കേരളത്തിൽ ഒരു വ്യവസായം നടത്തി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. മറുവശത്ത് മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം കൊടുക്കാൻ മാധ്യമ ഗൂഢാലോചന നടക്കുന്നു എന്ന് പറയുന്നു. ഈ രണ്ട് വാദമുഖങ്ങൾ കൊണ്ട് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ആശങ്കയും ആശയക്കുഴപ്പവും പരിഹരിക്കാൻ ഈ പാർട്ടിക്ക് കഴിയുമോ, സർക്കാരിന് കഴിയുമോ? KN ഗോപിനാഥ്. അല്ല, പാർട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ എക്സാലോജിക് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരാശങ്കയും നിലനിൽക്കുന്നില്ല. EP ജയരാജനും അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാഷും CPIMൻ്റെ തലമുതിർന്ന നേതാക്കൾ എന്നുള്ള നിലയിൽ അവർ പറഞ്ഞ പ്രസ്താവന സ്വാഭാവികമായിട്ടും അത് പരിഗണിക്കേണ്ടത് തന്നെയാണ്. കേരള സമൂഹം ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, വീണ വിജയനാണെങ്കിലും ആ സ്ഥാനത്ത് മറ്റൊരു പുരുഷനാണെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ ബിസിനസ് സ്ഥാപനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ അവർ പാലിച്ചിരിക്കണം. നികുതിയുടെ കാര്യത്തിൽ, നികുതി അടവിൻ്റെ കാര്യത്തിൽ, മറ്റ് കാര്യങ്ങളിലെല്ലാം അത് പാലിച്ചിരിക്കണം. അത് ആൺകുട്ടികൾക്കത് പെൺകുട്ടികൾക്ക് പ്രത്യേക ഇളവുകളൊന്നുമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് അവർ പഠിച്ചത് വെച്ചിട്ട് അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് സ്വയം ഒരു തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം വന്നു. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ആ ജോലി ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്ന ഇതിലേക്ക് ഈ പ്രശ്നത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്ന രീതി ഉണ്ടാവുക. എന്നിട്ട് ചിലർ ചോദിക്കുക, നിർദോഷമായൊരു ചോദ്യമാണ്, മുഖ്യമന്ത്രിക്ക് വല്ല കാര്യമുണ്ടോ, ആ മകളെ വീട്ടിലിരുത്തിയാൽ പോരെ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവർക്ക് അതിനുള്ള അവകാശമില്ല. അതാണ് ജയരാജൻ ചോദിച്ചത്. വിഷയം മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയെയും ചേർത്തുകൊണ്ട് കുറേ നാളുകളായി ഓരോരോ ഇഷ്യൂ. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആയതുകൊണ്ട് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം, ദേശീയ പ്രശസ്തിയുള്ള ഒരാളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പൊട്ടക്കണ്ണം മാവുമേറിയെന്ന പോലെ ഒരു ഏറെറിയാലും വല്ലതുമൊക്കെ വീഴുമോ എന്നുള്ളത് നോക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പൊള്ളയാണെന്ന് കോടതി പോലും പലപ്പോഴും കാണിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇതുവരെ ഈ പ്രശ്നം ഉയർന്നിട്ട് ഹൈക്കോടതിയോ അതുപോലെ മൂവാറ്റുപുഴ കോടതി തള്ളിയ കേസാണ്. വീണ്ടും അപ്പീൽ പോയിട്ട് കോടതി ഒരു നോട്ടീസ് പോലും ഇതുവരെ വീണ വിജയനോ അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കോ ഒന്നും അയച്ചിട്ടില്ല. ആകെ കണ്ടതിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. 3 ഏജൻസികളെ ചുമതലപ്പെടുത്തിയതിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു അന്വേഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണിപ്പോൾ പുതിയതായിട്ട് വീണ്ടും ഇതൊക്കെ തേഞ്ഞുമാഞ്ഞു പോയതാ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു പ്രധാനപ്പെട്ട അവസരമായിട്ടുണ്ടായത്. അത് അന്വേഷണം വരട്ടെ. സ്വാഭാവികമായിട്ടും അവർ കമ്പനി നടത്തുന്നു എക്സാലോജിക് എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ റിപ്പോർട്ടർ ആശങ്കപ്പെടുന്ന പോലെ ലോജിക്കായിട്ടുള്ള ഞങ്ങളുടെ വിവാദങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടും എന്നൊന്നും ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഊഹം കാണേണ്ട കാര്യമില്ല. അതൊക്കെ നിയമാനുസൃതമായി അവർ ചെയ്യട്ടെ. വിഷയം എന്താ വെച്ചാൽ 1.72 എന്നുള്ളത് കള്ളപ്പണമാണോ അത് മാസപ്പടിയാണോ വലിയ പ്രശ്നം. ആ വിവാദത്തെ സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ആ വിവാദത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക്, സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു. നിങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വെല്ലുവിളിയായിട്ട് ഈ വിവാദം മാറുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട്, മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമോ? വീണ വിജയനു വേണ്ടി ഇതാ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന വാദമുഖം കൊണ്ട് വീണ വിജയനെ ശുദ്ധീകരിക്കാൻ കഴിയുമോ? ഈ പ്രശ്നമാണ് ഞാൻ ഉന്നയിച്ചത്. അത് സമൂഹത്തിൻ്റെ ആശങ്കയാണ്. ആ ആശങ്കയെക്കുറിച്ചാണ് താങ്കളോട് അഭിപ്രായം ചോദിച്ചത്.
അല്ല, ഉണ്ണി ബാലകൃഷ്ണൻ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് വളരെ കറക്റ്റാണ്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം വിവാദങ്ങളായി ആളിക്കത്തിക്കാൻ കഴിയും. ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരുപാട് സംഭവങ്ങൾ കേരളത്തിനകത്ത് വിവാദമാകുന്നുണ്ട്. വസ്തുതാപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യവും വരുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ ആളി കത്തിക്കാൻ കഴിയും. പക്ഷേ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഇത് അവസാനിക്കുമെന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ മറ്റ് വശങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ, നിയമവശങ്ങളെല്ലാം പരിശോധിച്ചാൽ, ടാക്സ് അടച്ചിട്ടുണ്ടോ, GST അടച്ചിട്ടുണ്ടോ? GST അടച്ചിട്ടുണ്ട്. അതാര് പറയുന്നു? GST കമ്മീഷൻ പറയുന്നു. അത് മുഖ്യമന്ത്രിയോ പിണറായി വിജയൻ പറഞ്ഞാൽ ശരിയാവില്ല. അത് ധനകാര്യമന്ത്രി കമ്മീഷനോട് വിശദാംശം ചോദിച്ചിട്ട്, വിശദീകരണം ചോദിച്ചിട്ട് ആ വിശദീകരണത്തിൻ്റെ മറുപടി വന്നത് സംബന്ധിച്ച് ധനകാര്യമന്ത്രി പറഞ്ഞതാണ്. അതേപോലെ മാത്യു കുഴൽനാടൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂവാറ്റുപുഴ കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസ് അദ്ദേഹം നേരിട്ടല്ല കൊടുത്ത്, ബിനാമി വഴി കൊടുത്തിട്ട്, പകരക്കാരൻ വഴി കൊടുത്തിട്ടുള്ള കേസ് തള്ളി. ഞാൻ അതെല്ലാം വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും പിന്നെയും ഇത് വേണമെങ്കിൽ ഇങ്ങനെ വിവാദമായിട്ട് ഇങ്ങനെ കത്തിക്കാം. സ്വർണ്ണക്കള്ളക്കടത്ത് എത്രയോ കാലമായി വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്നു. ലാവ്ലിൻ കേസ് എത്ര കാലമായിട്ട് വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്നു. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ എന്നുള്ള നിലയിൽ കേവലമായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലൊരു അസ്തിത്വം മാത്രമല്ലല്ലോ. അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ അസ്തിത്വമുണ്ട്, അദ്ദേഹം കുടുംബമുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പൊതുപ്രവർത്തകനാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ സുതാര്യമായിരിക്കണം അദ്ദേഹത്തിൻ്റെ ജീവിതം. അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെ അന്വേഷിക്കും, നോക്കും എന്നുള്ള കാര്യത്തിൽ ശരിയാണ്. KN ഗോപിനാഥിൻ്റെ പോലെയോ അല്ലെങ്കിൽ നാട്ടിലെ ഒരു സാധാരണക്കാരനായ ഒരു ഗോപാലൻ, അയാളുടെ പ്രശ്നം പോലെയല്ല ഇത്. മുഖ്യമന്ത്രിയുടെയാണ്, കേരള മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും അതുണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ സഭ്യതയും സൂക്ഷ്മതയും എല്ലാം പാലിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് അവരെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുപോലെ CMRL എന്ന് പറയുന്ന കമ്പനി ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. ആ ലിസ്റ്റഡ് കമ്പനിക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ബാലൻസ് ഷീറ്റ്, അതുപോലെ അതിൻ്റെ കമ്പനീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതനുസരിച്ചേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ വരാം താങ്കളിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ S. സുരേഷ്, നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധി, അതാണല്ലോ CPM ആക്ഷേപം ഉന്നയിക്കുന്നത്. CPM അങ്ങനെ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധി പറയുമ്പോൾ മറുഭാഗത്ത് UDF ഇത് ഒത്തുകളിയുടെ ഭാഗമാണ്, ഒക്കച്ചങ്ങായിമാരാണ്, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കൈപിടിച്ചത് കണ്ടില്ലേ. നമുക്ക് ഇതിനകത്ത് രണ്ട് പക്ഷത്തും നിങ്ങളാണ് പ്രതിയോഗി. അതാണ് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ദിശാസൂചിക. ശ്രീ നികേഷ്, ഇവിടെ LDFും UDFും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അവർ രണ്ടുപേരും ഈ BJP സർക്കാർ അഴിമതിക്കാരെ പൂട്ടുന്നതിനു വേണ്ടി, അത് ചിദംബരത്തെ പൂട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ പിണറായി വിജയൻ്റെ പിന്തുണ ചിദംബരത്തിന് കിട്ടും, രാഹുലിനെ പൂട്ടാൻ ശ്രമിച്ചാൽ രാഹുലിന് പിണറായി വിജയൻ്റെ പിന്തുണ കിട്ടും, പിണറായി വിജയനെയും മകളെയും പൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെയും പിന്തുണ കിട്ടും. അതാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പുതിയ മുന്നണി. അപ്പോൾ ആ ഇന്ത്യ മുന്നണിയുടെ ആൾക്കാർക്ക് ഇതിനിടയിൽ എങ്ങനെയാണ് BJPയെ മാറ്റി നിർത്തി BJPയെ കേന്ദ്രീകരിച്ച് അവരുടെ രാഷ്ട്രീയം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ള ഗവേഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഗവേഷണം നടത്തിക്കോട്ടെ, പക്ഷേ വസ്തുതകളായിട്ട് കേരള സമൂഹത്തിന് ഇന്ന് ബോധ്യം വന്നിരിക്കുന്നു. കമ്പനീസ് നിയമത്തിലെ 188, 147, 148, 150 വകുപ്പുകൾ പ്രകാരം നിരവധി കുറ്റങ്ങൾക്ക് ഉത്തരവാദിയായിട്ടുള്ള ആളാണ് എക്സാലോജി കമ്പനിയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഏക മുതലാളിയുമായിട്ടുള്ള വീണ വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ മകളും അതോടൊപ്പം തന്നെ മറ്റൊരു മന്ത്രിയുടെ ഭാര്യയും ആയിട്ടുള്ള വീണ വിജയൻ. ആ വീണ വിജയൻ എന്തൊക്കെയോ കഴിഞ്ഞ ഞാൻ മനസ്സിലാക്കുന്നത് 2022 ജൂലൈ 7-ാം തീയതി ഈ ROCയുടെ മുമ്പിൽ ഹാജരായിട്ട് ചില രേഖകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ആദ്യം വീമ്പിളക്കിയത്. ഇപ്പോൾ നമ്മുടെ ശ്രീ KN ഗോപിനാഥ് ഉൾപ്പെടെ രേഖകൾ വച്ചിട്ട് സാധാരണ നിലയിൽ ചർച്ചകളിൽ വരുന്ന ശ്രീ KN ഗോപിനാഥിൻ്റെ കയ്യിൽ ഉൾപ്പെടെ ഇപ്പോൾ കൈരേഖയല്ലാതെ മറ്റൊരു രേഖയും വീണ വിജയനെ ന്യായീകരിക്കാനായിട്ടില്ല എന്ന് നമുക്കറിയാം. വീണ വിജയൻ എന്ന് പറയുന്ന ആ വ്യക്തി CPMൻ്റെ ഒരു സാധാരണ മെമ്പറാണോ എന്ന് ആദ്യം KN ഗോപിനാഥ് പറയണം. അങ്ങനെ സാധാരണ മെമ്പർ ആണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന അല്ല എന്നാണ്. ഒരു സാധാരണ മെമ്പർ പോലും അല്ലാത്ത ഒരു വനിതയ്ക്ക് വേണ്ടി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എല്ലാ ദിവസവും 2 നേരം പത്രസമ്മേളനം നടത്തുന്നു. CPMൻ്റെ സെക്രട്ടേറിയറ്റ് എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്നു. ഈ AK ബാലൻ എല്ലാ ദിവസവും എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ LDF കൺവീനർ പറയുന്നു ഒരു സ്ത്രീയാണ്, ആ സ്ത്രീക്കുള്ള പരിരക്ഷ നൽകണമെന്ന്.
ആ എം വി ജയരാജനെ വണ്ടിപ്പെരിയാറിലെ പാവപ്പെട്ട 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചപ്പോൾ ഈ പ്രതിഷേധവും ഈ രോക്ഷവും ഒന്നും നമ്മൾ അവിടെ കണ്ടില്ല. ഇപ്പോൾ വീണാ വിജയൻ ഒരു സ്ത്രീയുടെ പരിരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഗതികേടിലേക്ക് CPM-ന്റെ ഈ നേതാക്കന്മാർ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരൊറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ശ്രീ നികേഷ്, ഇവിടെ എന്തെങ്കിലും രേഖ ഈ വീണാ വിജയനെ സംരക്ഷിക്കാനായിട്ട് എന്തെങ്കിലും രേഖ പുറത്തുവിടാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സാധിച്ചിട്ടില്ല. CPM-ന്റെ വീണാ വിജയന് വേണ്ടി ചാവേറുകളായിട്ട് വരുന്ന MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ഒരു സഖാക്കന്മാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എക്സാലോജി കമ്പനിയോ വീണാ വിജയനുമായിട്ട് ഈ CMRL-ലുമായിട്ട് എന്തൊക്കെ രേഖകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്? ഇത്തരത്തിൽ ഒരു സേവനം CMRL-ന് നൽകാൻ വേണ്ടി അവർ പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? പരസ്യം ചെയ്തിട്ടുണ്ടോ? ആ പരസ്യത്തിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ടായിരുന്നു? ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ നിയമിച്ചതായിട്ട് എന്തെങ്കിലും രേഖയുണ്ടോ? ആ നിയമിച്ച രേഖയുണ്ടെങ്കിൽ ആ രേഖ എന്താണ്? അതിലെ എഗ്രിമെൻ്റ് എന്താണ്? അതിലെ റെമ്യൂണറേഷൻ എന്താണ്? ഇത്തരത്തിൽ നിരവധി സാധാരണക്കാർ ഉൾപ്പെടെ ഒരു ചെറിയ കോൺട്രാക്ടർ പോലും കോൺട്രാക്ട് പ്രവർത്തനത്തിൽ പോലും ഏർപ്പെടുന്ന സമയത്ത് സാധാരണക്കാർ ഉണ്ടാക്കുന്ന ചില എഗ്രിമെൻറ്റുകളുണ്ട്. അങ്ങനെയുള്ള ഒരു തുണ്ട് കഷണം പേപ്പർ പോലും വീണാ വിജയനോ CPM-നോ ഈ പൊതുസമൂഹത്തിൽ വയ്ക്കാനോ അതോടൊപ്പം തന്നെ കമ്പനികാര്യ വകുപ്പിനെ ഏൽപ്പിക്കാനോ ROC-ക്ക് നൽകാനോ അതുപോലെ തന്നെ ആദായ നികുതി തർക്കപരിഹാര ബോർഡിൻ്റെ മുമ്പിൽ വയ്ക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീണാ വിജയനും CMRL-യുമായിട്ട് ഒരു സേവനവും നടത്തിയിട്ടില്ല, ഒരു സേവനത്തിനും പാരിതോഷികം കിട്ടിയിട്ടില്ല, ഒരു റെമ്യൂണറേഷനും കിട്ടിയിട്ടില്ല. കിട്ടിയത് മുഴുവൻ മാസപ്പടിയാണ്, കമ്മീഷനാണ്, കരിമണൽ കൊള്ളയുടെ വിഹിതമാണ് എന്ന് ഈ കേരള സമൂഹത്തിന് ബോധ്യം വന്നിരിക്കുന്നു. ഈ ബോധ്യം നിങ്ങൾക്ക് മാറണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കൈരേഖയല്ലാത്ത മറ്റെന്തെങ്കിലും രേഖ കാണിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ആദായ നികുതി തർക്കപരിഹാര ബോർഡിൻ്റെ തീരുമാനത്തിൽ വീണാ വിജയനെ പരാമർശിക്കുന്ന ഭാഗം ഒഴിവാക്കണം. അല്ലെങ്കിൽ ROC-യുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീണാ വിജയനെ പരാമർശിക്കുന്ന ഭാഗം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ ഫോറങ്ങളിൽ പോകണം, ഹൈക്കോടതിയിൽ പോകണം, സുപ്രീം കോടതിയിൽ പോകണം. കോടിക്കണക്കിന് രൂപ കൊടുത്ത് കൊലയാളികൾക്ക് വേണ്ടി പോലും കേരളത്തിൻ്റെ കോടിക്കണക്കിന് രൂപ എടുത്ത് സുപ്രീം കോടതിയിൽ പോകുന്ന പിണറായി വിജയൻ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് CPM-ന്റെ പണമെടുത്ത് കോടികൾ മുടക്കിയിട്ട് വീണാ വിജയനെതിരായിട്ട് ഈ ഏജൻസികളുടെ പരാമർശം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകാൻ സാധിക്കുന്നില്ല? ഇല്ല എങ്കിൽ എന്തുകൊണ്ട് മാനനഷ്ട കേസ് കൊടുക്കാൻ സാധിക്കുന്നില്ല? അപ്പോൾ നിങ്ങൾക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് രേഖകൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല. ഇത് രണ്ടും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ, ഇത് റഷ്യയും ചൈനയുമല്ല, കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമല്ലാത്ത സാഹചര്യത്തിൽ, ഒരു ജനാധിപത്യ രാജ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ കൊള്ളക്കാരാണ്, നിങ്ങൾക്ക് കൊള്ള മുതൽ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഈ നാടിനെ നശിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതീകമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളത് കേരള സമൂഹത്തിന് ബോധ്യം വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് സുരേഷ്, ഇതേ വാചകങ്ങൾ തന്നെയല്ലേ മുൻപ് മറ്റ് കേസുകൾ വന്നപ്പോൾ, സ്വർണ്ണക്കടത്താകട്ടെ, ഏത് അന്വേഷണം വരുമ്പോഴും ഇതേ വാചകങ്ങൾ താങ്കൾ അടക്കമുള്ള പ്രതിനിധികൾ ചർച്ചകളിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ. അതിന്റെയൊക്കെ എൻ റിസൾട്ട് എന്താണ്? ഈ എക്സാലോജിക്കും അതേപോലെ ചെന്നെത്തുമെന്നുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്, അന്തർധാര സജീവമാണെന്ന് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നിലായുള്ള ഒരു ആളിക്കത്തിക്കൽ അത്രമാത്രമല്ലേ? അല്ല, ഇത് പറയേണ്ടത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിച്ച MLA-ക്കെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ പ്രതിഷേധമുയർത്തുകയും നിയമസഭയിൽ നിന്ന് VD സതീശൻ എക്സാലോജിക്കിൻ്റെ ഈ കരിമണൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാതെ പ്രസംഗിക്കാതെ നിയമസഭയിൽ നിന്ന് VD സതീശൻ ഒളിച്ചോടിയത് എന്തിനു വേണ്ടിയാണ്? കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്താണ് ഈ വിഷയം പുറത്തു വരുന്നത്. ആ സമയത്ത് VD സതീശൻ പിണറായി വിജയനുമായിട്ട് ഈ അന്തർധാര സജീവമാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ചർച്ച ഒഴിവാക്കി ഒളിച്ചോടി. അതിന് ആദ്യം കോൺഗ്രസ് ഉത്തരം പറയണം. രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ ആദായ നികുതി തർക്കപരിഹാര ബോർഡിൻ്റെ തീരുമാനം ഇൻട്രീം ഓർഡർ വന്നത് ഇവിടെ VD സതീശനോ കോൺഗ്രസ്സുകാരോ ആവശ്യപ്പെട്ടിട്ടല്ല, അത് കേന്ദ്ര ഏജൻസി സ്വയമേവ എടുത്ത കേസാണ്. രണ്ടാമത് ROC-യുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് VD സതീശനും കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടോ അവർ ഉള്ളത് കൊണ്ടോ അല്ല, അതും കേന്ദ്ര സർക്കാരിൻ്റെ അഴിമതിക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമാണ്.
അതുപോലെ തന്നെ കമ്പനികാര്യ വകുപ്പ് 3 അംഗ ടീമിനെ അന്വേഷിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് അത് KSIDC ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ 13.45% ഷെയറുള്ള KSIDC, പിണറായി വിജയൻ നേരിട്ട് വ്യവസായ വകുപ്പും പിണറായി വിജയൻ്റെ സ്വന്തം ആൾക്കാരെയും കുടിയിരുത്തിയിരിക്കുന്ന KSIDC ഉൾപ്പെടെയുള്ളവർക്ക് ഈ അഴിമതിയിൽ പങ്കുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണത്തിലാണ്. ഇതും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടല്ല. അതുകൊണ്ട് കോൺഗ്രസ് എന്താണ് ആവശ്യപ്പെടുക എന്ന് സുജയ നമുക്കറിയാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊന്ന് അനുമാനിക്കുക. ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ UPA സഖ്യം വന്നിട്ട് രാഹുൽ ഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ആദായ നികുതി വകുപ്പിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുമായിരുന്നോ? ROCയുടെ റിപ്പോർട്ട് പുറത്തു വരുമായിരുന്നോ? പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1.5 വർഷം ജയിലിൽ കിടക്കുമായിരുന്നോ? ഇവിടുത്തെ കള്ളക്കടത്ത് പിടിക്കപ്പെടുമായിരുന്നോ? ഡോളർ കടത്ത് പിടിക്കപ്പെടുമായിരുന്നോ? എന്തിവിടെ നടക്കുമായിരുന്നു? കാരണം അവർ ഒരു മുന്നണിയല്ലേ. ഇവിടെ മുന്നണി നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, കള്ളന്മാർ എവിടെയുണ്ടെങ്കിലും കള്ളന്മാരെ കാരാഗ്രഹത്തിലടയ്ക്കുന്ന ഒരു സംവിധാനം കഴിഞ്ഞ 10 വർഷമായി നയാ പൈസ കേന്ദ്രമന്ത്രിസഭയും ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, VD സതീശൻ പറയുന്നു, നേരത്തെ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ പിണറായി വിജയനും നരേന്ദ്രമോദിയുമായിട്ടുള്ളൊരു അന്തർധാരയെന്നും അത് വളരെ സജീവമായി നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു പരിരക്ഷണയിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ തുടരുന്നുമൊക്കെയുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസ് വളരെ കാലമായിട്ട് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. അത് V മുരളീധരൻ്റേതാണ്. കേന്ദ്രമന്ത്രി V മുരളീധരൻ പിണറായിക്കും നരേന്ദ്രമോദിക്കും ഇടയിൽ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചുകൊണ്ട് ഇതൊക്കെ ഒത്തുതീർപ്പിലെത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത്? താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അന്തരീക്ഷത്തിൽ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കോൺഗ്രസ് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച ആരോപണത്തിന് കഴിഞ്ഞ ദിവസം കൂടുതൽ സാധുത ലഭിച്ചില്ലേ? ഇവിടെ പിണറായി വിജയനെ തുടക്കത്തിൽ നരേന്ദ്രമോദിയുടെ ബദലായി പോലും ഉയർത്തിക്കാട്ടിയ ആളുകളുണ്ട്. ഒരു സംഘപരിവാർ വിരുദ്ധ ബദൽ എങ്ങനെയായിരിക്കണം, അത് പിണറായി വിജയൻ ആയിരിക്കണമെന്ന് പറഞ്ഞ ആളുകൾ പിണറായി ഇപ്പോൾ ഫെഡറൽ തത്വങ്ങളുടെ പേരിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സംസ്ഥാനത്ത് വരുമ്പോൾ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് വന്നത്? അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വളരെ പേഴ്സണലായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന പ്രധാനമന്ത്രിയെ ജ്യോതി ബസുവിൻ്റെ, പശ്ചിമ ബംഗാളിലെ ജ്യോതി ബസുവിൻ്റെ പേരിലുള്ള പരിപാടി മാറ്റിവെച്ച് പിണറായി വിജയൻ സ്വീകരിക്കാൻ മാത്രം എന്ത് പ്രാധാന്യമാണുള്ളത്? വളരെ വ്യക്തമല്ലേ? അല്ല, ആ പരിപാടിയുടെ ഭാഗമായി 4000 കോടിയുടെ പദ്ധതി പ്രഖ്യാപിക്കുകയും ചില കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. വളരെ പേഴ്സണലായിട്ട് വന്നിട്ട് നരേന്ദ്രമോദി ഒരു 4000 കോടി രൂപയുടെ പദ്ധതി കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു പരിപാടിയിലും പങ്കെടുത്ത് പോയി എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ആ പരിപാടി ഔദ്യോഗികമാണ്. ഔദ്യോഗികമായൊരു പരിപാടിക്ക് പ്രധാനമന്ത്രി വന്നാൽ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി പോയി സ്വീകരിക്കും. ഇതിലും പശ്ചിമ ബംഗാളിലും സ്റ്റാലിൻ അടക്കമുള്ള ആളുകൾ പലപ്പോഴും പ്രധാനമന്ത്രിയോട് സ്വീകരിച്ചൊരു രാഷ്ട്രീയ സമീപനം ഉണ്ടല്ലോ. ഇതൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ അടിസ്ഥാനം പൊളിറ്റിക്സ് ആണല്ലോ ഇതിനൊക്കെ നയിക്കുന്നത്. മറ്റ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ സംഘപരിവാർ വിരുദ്ധ നീക്കത്തിൻ്റെ മുഖമായി നിൽക്കുന്ന മുഖ്യമന്ത്രിമാരൊക്കെ ചെയ്യുന്നത് പല പരിപാടികൾക്കും വരുമ്പോൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാതിരിക്കുന്ന സന്ദർഭമുള്ളപ്പോഴാണ് പിണറായി വിജയനെ പോലൊരാൾ, പിണറായി വിജയൻ കേന്ദ്രത്തിൽ അധികാരത്തിൽ ആദ്യം വരുമ്പോൾ തന്നെ ആറന്മുള കണ്ണാടി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരമേറ്റെടുക്കൽ തന്നെ നടക്കുന്നത്. ആറന്മുള കണ്ണാടി സമ്മാനിക്കണമെന്നൊന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തില്ലല്ലോ. അതൊന്നും ഈ പറയുന്ന മുൻകാലങ്ങളിലും CPM-ൻ്റെ മുഖ്യമന്ത്രി വരണ്ടായിട്ടില്ലേ? ആ ഒരു സമീപനത്തിലൂടെയാണോ? ഇത് ചില അധികാരത്തിൻ്റെ ഇടനാഴികളിലൂടെ, അത് V മുരളീധരനാവാം, അദാനിയാവാം, ചില അവിശുദ്ധമായ ബന്ധങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് അങ്ങാടിപ്പാട്ടല്ലേ? നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ പോലും ചിലതൊക്കെ കേട്ടിരിക്കില്ലേ? ഇത് VD സതീശൻ അന്തരീക്ഷത്തിൽ നിന്ന് സായിബാബ വിഭൂതി സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിച്ചൊരു ആരോപണമല്ലല്ലോ. ഇത് വളരെ കൃത്യമായി കുറെ കാലമായി പല മധ്യസ്ഥന്മാർ താങ്കൾ തന്നെ പറയുന്നു നരേന്ദ്രമോദിയെ പോയി സ്വീകരിക്കുന്നു, നരേന്ദ്രമോദിയുടെ കയ്യിൽ പിടിക്കുന്നു. അപ്പം നരേന്ദ്രമോദിയുമായിട്ടൊരു വളരെ ഡയറക്റ്റായ അറ്റാച്ച്മെൻറ്റ് പിണറായി വിജയൻ ഉണ്ട് എങ്കിൽ താരതമ്യേന വളരെ ജൂനിയർ ആയിട്ടുള്ളൊരു നേതാവാണ് V മുരളീധരൻ.
ബി ജെ പിയുടെ റാങ്ക് ആൻഡ് ഫയലിൽ തന്നെ വളരെ പിന്നെ ജൂനിയർ ആയിട്ടുള്ളൊരു നേതാവാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായിരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിലുണ്ട്. സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. എന്തിനാണ് വി മുരളീധരൻ്റെ ഒരു ഇടനില പിണറായി വിജയനെ പോലൊരു നേതാവിന്? നിങ്ങൾ പറയുമ്പം ഒരു ഉത്തരവാദിത്വത്തോടുകൂടി പറയണ്ടേ? അല്ല, വി മുരളീധരൻ ഒരാളത് നിർവഹിക്കുന്നു എന്നൊന്നും അതിനർത്ഥമില്ല. വി മുരളീധരൻ പോലും അതിലൊരു പ്രതിനിധി മാത്രമാണ് അദാനിയെ പോലുള്ള ആളുകൾ. എമ്മിൻ്റെ കാര്യം വളരെ എവിഡൻ്റ് അല്ലേ? എം എന്ന പറയുന്ന ആൾക്ക് CPM-ഉമായി എന്താണ് ബന്ധം? സംഘപരിവാറിനെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രപരമായി എമ്മുമായി ബന്ധിപ്പിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. പക്ഷേ പിണറായി വിജയന് അദ്ദേഹവുമായി അടുത്ത ആക്സസ് ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യം എന്താണ്? ഇങ്ങനെ പല വി മുരളീധരൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പോലെ അതിനകത്തെ ഏറ്റവും ചെറിയ കണ്ണിയാകാം. പക്ഷെ അദാനിയുണ്ട്, എമ്മുണ്ട്. ഇതൊന്നും മുൻകാലങ്ങളിലും CPM ഭരിച്ചിട്ടുണ്ടല്ലോ. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്രത്തിൽ ഭരിച്ചിട്ടുണ്ട്. അന്നൊന്നും ഉയരാത്ത തരത്തിൽ ഇത്തരമൊരു ആരോപണം ഉയരണമെങ്കിൽ അതിനൊരു അടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ പലപ്പോഴും ഇത്തരം ആളുകളെ ഒരേ താല്പര്യങ്ങളുള്ള മുതലാളിമാർ, രണ്ടിടത്തും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള, കേരളത്തിലും കേന്ദ്രത്തിലും സാമ്പത്തിക താല്പര്യങ്ങളുള്ള ആളുകൾ ഇവരെ ബന്ധപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. പലരും ചൂണ്ടിക്കാണിച്ചതാണ്. അത് ജോൺ ബ്രിട്ടാസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്, വി മുരളീധരനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്, അദാനിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്, എമ്മുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന തൃശ്ശൂരിൽ വന്ന് പ്രധാനമന്ത്രി ചോദിക്കുന്നു. ഇപ്പോൾ BJP-യുടെ പ്രതിനിധി പറയുന്നത് ഞങ്ങൾ ഇതിനെയൊക്കെ ശരിയായ ദിശയിൽ അന്വേഷിക്കുമെന്നാണ്. അദ്ദേഹം സംഘപരിവാറിൻ്റെ പ്രതിനിധി ചാനലിൽ CPM-നെ ഞങ്ങൾ എതിർക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന അതേ സന്ദർഭത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വെബ്സൈറ്റിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് വളരെ കൃത്യമായി എവിഡൻ്റായി നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് VD സതീശൻ പറഞ്ഞൊരു അത്യുക്തിയല്ല, അതൊരു ഒന്ന് ശ്രീ KN ഗോപിനാഥ്, ആദ്യം ഇതിന് മറുപടി പറയുക. പിണറായിയും മോദിയും തമ്മിൽ ഒരു അന്തർധാര രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നരേന്ദ്രമോദിയും പിണറായി എന്നുള്ള വ്യക്തി എടുക്കേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ അന്തർധാരയൊക്കെ ഉണ്ടാവാം. അത് സ്വാഭാവികമായിട്ടും യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള നിലയിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണും, പ്രധാനമന്ത്രിക്ക് കൈ കൊടുക്കും, ആറന്മുള കണ്ണാടി സമ്മാനിക്കും. അതൊക്കെ ഇതിനു മുമ്പും പല പ്രധാന മുഖ്യമന്ത്രിമാരും ഒക്കെ ചെയ്തിട്ടുണ്ട്, പല സ്റ്റേറ്റുകളിലും ചെയ്തിട്ടുണ്ട്. എന്നാൽ പല സ്റ്റേറ്റുകളിലും കാണിക്കുന്ന വിധത്തിലേക്ക് വല്ലാത്ത വിധത്തിൽ ഒരു സമൂഹത്തിന് നിരക്കാത്ത വിധത്തിലേക്കുള്ള ഒരു ആലിംഗനമൊന്നും ഒരിക്കലും കേരള മുഖ്യമന്ത്രി, അത് പ്രധാനമന്ത്രിയല്ല, ആരുമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ നേരത്തെ എനിക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ പറഞ്ഞതിനപ്പുറമായി മറുപടി പറയണമെന്ന് തോന്നിയത് BJP-യുടെ വാദമാണ്. വാസ്തവത്തിൽ പറയേണ്ട ഉദാഹരണം ചെകുത്താൻ വേദമോതുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ മുഴുവനും. 15 ലക്ഷം കോടിയാണ് സ്വകാര്യ മുതലാളിമാർ വിൽഫുൾ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ വേർഡല്ല, അത് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ വാക്കുകളാണ്. വിൽഫുൾ ഡിഫോൾട്ടീസ്, മനഃപൂർവ്വമായി ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള പണം തിരിച്ചടയ്ക്കാത്തവരുടെ 15 ലക്ഷം കോടി രൂപ ഈ അടുത്താണ് എഴുതി തള്ളിയത്. അതൊക്കെ എന്ത് മാനദണ്ഡത്തിലാണ് നമുക്കറിയാൻ പാടില്ല, എന്താണ് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഈ എക്സാലോജിക് എന്ന് പറയുന്നൊരു പ്രത്യേക പ്രശ്നം പറിച്ചിട്ട് രാജ്യത്ത് അവിഹിതമായ പല ബന്ധങ്ങളും നടക്കുന്നു, ബിസിനസ് ലോബികളുമായിട്ട് ബന്ധം നടക്കുന്നു, അദാനിയായിട്ട് ബന്ധം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവരുന്ന വാദം യഥാർത്ഥത്തിൽ BJP-ക്ക് തന്നെ നിരക്കുന്ന ഒരു കാര്യമാണെന്നുള്ള വസ്തുതയാണ്. നോക്കൂ അതിന് നമ്മൾ വിശാലാർത്ഥത്തിലേക്ക് പോകാതെ ഈ എക്സാലോജിയിലേക്ക് തിരിച്ചു വന്നാൽ 320 കോടി രൂപയുടെ ആദായ നികുതി ഇളവാണ് കർത്ത എന്ന് പറയുന്ന താങ്കൾക്ക് വ്യക്തിപരമായി കൂടി, പ്രത്യേകിച്ച് എറണാകുളത്ത് CITU-വിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ CMRL-ൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള കർത്ത നടത്തിയിട്ടുള്ളത്. അതിൻ്റെ 70% ആദായ നികുതി ഇളവ് കൊടുത്തിരിക്കുന്നു. 30% മാത്രമാണ് ആദായ നികുതി ഇളവ് നൽകാത്തത്. ആ 30%-ൽ CPM പറയുന്നത് പോലെ കരാറും കാര്യങ്ങളും ഒക്കെ ഉള്ള എക്സാലോജിക്കുമായിട്ടുള്ള ഇടപാട് ആദായ നികുതി ഇളവ് നൽകാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ നിങ്ങൾ ഈ കർത്തയുമായി ബന്ധപ്പെടുന്നുണ്ടോ? ആർക്കൊക്കെയാണ് പണം നൽകിയതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് 18 കോടി കൊടുത്തിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് ഏതാണ്ട് അത്ര തുക കൊടുത്തിട്ടുണ്ട്, അമ്പലത്തിന് അത്രയധികം തുക കൊടുത്തിട്ടുണ്ട്, മറ്റ് ചിലവുകളെന്ന് പറഞ്ഞ് 36 കോടി കളഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നതെല്ലാം തന്നെയും ഇപ്പോൾ വരുന്ന നെറേറ്റീവ് അനുസരിച്ചാണ് എങ്കിൽ ഈ CMRLൻ്റെ ഈ പറയുന്ന ലാഭമൊക്കെ തന്നെയും KSIDCക്ക് കൂടി നൽകേണ്ടതാണ്. കാരണം KSIDCക്ക് 13-14% ഉണ്ടല്ലോ. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെയും CPM ഈ ഇതിനകത്ത് പെട്ടുപോയി എന്നുള്ളത് കൊണ്ട് സംസ്ഥാനത്തിന് വരേണ്ട ലാഭവിഹിതം വേണ്ട എന്ന് വെച്ചിരിക്കുകയാണോ? ഇതുമായി ബന്ധപ്പെട്ട് CMRLുമായി സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അതിനകത്തൊരു വ്യക്തത വരേണ്ടതല്ലേ? അല്ല, CMRL ഞാൻ യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരു സ്ഥാപനമാണ്. CMRL ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. ഞാൻ ആദ്യം മറന്നുപോകാൻ പാടില്ല, ആ കമ്പനിയെ കരിമണൽ എന്നുള്ള നിലയിൽ സാധാരണ ചില പരിസ്ഥിതിവാദികൾ അതിനെ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടെ ബഹുമാന്യമായിട്ടുള്ള എൻ്റെ സുഹൃത്ത് BJP നേതാവ് അങ്ങനെ വാദിച്ചു. വാസ്തവത്തിൽ കരിമണൽ കള്ളക്കടത്ത് കേരളത്തിൽ കൊണ്ടുപോകുന്ന വലിയ കൊള്ളക്കാരൻ എന്ന് പറയാവുന്നത് VV മിനറൽസ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന വൈകുണ്ഠനാണ്. വൈകുണ്ഠനും BJPയുമായിട്ടുള്ള ബന്ധം എൻ്റെ കയ്യിൽ ഒരുപാട് രേഖകളുണ്ട്. ഞാൻ രേഖകളൊന്നും മറന്നുപോയിട്ടില്ല. രേഖകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് CMRL ചേർന്നതല്ല യഥാർത്ഥത്തിൽ കരിമണൽ. ഞാൻ അവിടുത്തെ തൊഴിലാളികളുടെ പ്രതിനിധിയാണ്. ഞാൻ ഇപ്പോൾ ഭാരവാഹിയല്ല. എന്നാലും ആ കമ്പനിയായിട്ട് നികേഷ് പറഞ്ഞ പോലെ നല്ല ബന്ധമുള്ളൊരു സ്ഥാപനമാണ്. അവരാർക്കൊക്കെ എങ്ങനെയൊക്കെ സംഭാവന കൊടുക്കുന്നു എന്നറിയാൻ പാടില്ല. അവർ പറയുന്ന പ്രശ്നം ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പാകെ CMRL പോയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ടാക്സ് കൺസംഷൻ 100% ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഏരിയയിൽ നിങ്ങൾ പറഞ്ഞ പോലെ 30% നമുക്ക് കിട്ടിയിട്ടില്ല. ആ 30% ഞങ്ങളുടെ ഇടപാട് കരാർ പ്രകാരമുള്ള ബാങ്ക് ട്രാൻസാക്ഷനാണ്. മാസപ്പടിയോ കള്ളപ്പണമോ ഒന്നും ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് BJP നേതാവിനും കോൺഗ്രസ് സുഹൃത്തിനും ഒക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവരിങ്ങനെ രാവും പകലുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പരസ്യമായി CMRL പിണറായി വിജയനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു അസംഷൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടക്കണ്ണ മാവുമ എറിയുന്ന പോലെ, ഞാൻ അങ്ങനെ തന്നെ പറയും, അങ്ങനെ എറിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടും എന്ന് കണക്കാക്കിക്കൊണ്ട് വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? നമ്മൾ കോടതിയാണ് ആശ്രയിക്കേണ്ടത്. കോടതി തള്ളി, മൂവാറ്റുപുഴ കോടതി തള്ളി, ഹൈക്കോടതി ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല. ഇവർ GST അടയ്ക്കുന്നുണ്ടെങ്കിൽ GST കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കണം. അവർ പറഞ്ഞു ഞങ്ങൾക്ക് കൃത്യമായിട്ട് GST കിട്ടിയിട്ടുണ്ട്. ധനകാര്യമന്ത്രി കമ്മീഷൻ്റെ ആ വസ്തുതകൾ വെളിപ്പെടുത്തി. വേറെ എന്ത് വസ്തുതാന്വേഷണമാണ് നമ്മൾ നടത്തേണ്ടത്? ഇപ്പം പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ള മറ്റ് അതിഥികളിലേക്കും പോകേണ്ടതുണ്ട്. ഒന്ന്, ഈ CMRL എല്ലാവർക്കും വാരിക്കോരി പണം കൊടുക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഞങ്ങൾ വ്യവസായ മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു വ്യവസായശാലയാണ്, ഞങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കണം, മാധ്യമങ്ങൾക്ക് പണം കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ തന്നെ ചാരിറ്റി പ്രവർത്തനം എന്നുള്ള നിലയിൽ അമ്പലങ്ങൾക്ക് മറ്റ് ചിലവുകൾ 36 കോടി രൂപ. എന്താ ഈ മറ്റ് ചിലവുകൾ? അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന 320 കോടിയുടെ 14% എന്ന് പറയുന്നത് KSIDCക്ക് വേണ്ട പണമാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ നിലയിൽ വാരിക്കോരി ചെലവഴിച്ചു കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കും ഇരിക്കട്ടെ ഒരു 1.72 കോടി രൂപ എന്നല്ലേ നിശ്ചയിച്ചിരിക്കുന്നത്? അതല്ലേ നമ്മൾ കണക്കുകളിൽ കാണുന്നത്? അല്ലല്ല വാരിക്കോരി ചെലവാക്കാൻ CMRL കമ്പനിക്ക് എന്തിരിക്കുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. CMRL കമ്പനി ഇന്ത്യ ഗവൺമെൻറ് തന്നെ പൊളിറ്റിക്കലായി കമ്പനികൾക്ക് അവരുടെ ലാഭവിഹിതത്തിൽ നിന്നൊരു നിശ്ചിത ശതമാനം CSR ആയിട്ട് മാറ്റിവെക്കണം എന്ന് പറഞ്ഞ് പല കമ്പനികളും കോടിക്കണക്കിന് രൂപ CSR ഉണ്ട്. ഇന്ത്യൻ പബ്ലിക് സെക്ടർ 3750 കോടി രൂപയാണ് കഴിഞ്ഞ 3 വർഷം കൊണ്ട്. അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറയാൻ വന്നതാണ്. CSR ഫണ്ടിൽ നിന്ന് ഇന്ത്യൻ പബ്ലിക് സെക്ടർ മുടക്കിയത് അതാണ്. അത് വരുന്നതിന് മുമ്പ്, എത്രയോ മുമ്പ് തന്നെ പൊതുജന താല്പര്യത്തിൻ്റെ പുറത്ത് നിർധനരായിട്ട് കുട്ടികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമ്പനി നന്നായി പ്രവർത്തിച്ചിരുന്ന സന്ദർഭത്തിൽ, നല്ല ലാഭം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ CMRL ഏറ്റെടുത്തിട്ടുള്ളത് എനിക്കറിയാം. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയിലെ തൊഴിലാളികൾക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അത് തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് തൊഴിലാളികൾ ശമ്പളം വാങ്ങുന്നവർ അവരുടെ കരാർ റിന്യൂ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അവർക്കാ തർക്കമുള്ളത്. അതുകൊണ്ട് തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ കമ്പനി വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അതിന് ആർക്കെന്താ ഇത്ര ദണ്ണം? മറ്റാർക്കൊക്കെ ഏതെല്ലാം കമ്പനികൾ എന്തൊക്കെ കൊടുക്കുന്നു, CMR എന്ത് കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇത് നിയമാനുസൃതമായി ഒരു കരാറുണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് 4 മാസത്തേക്കാണ് ഈ കോർപ്പറേറ്റ് മന്ത്രാലയം 3 ദക്ഷിണേന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സമയം കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രചരണ വിഷയമായാൽ മാത്രം മതി, അതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരേണ്ടതില്ല എന്നല്ലേ അതിലെ സൂചന?
ശ്രീ നികേഷ്, ഈ കേരളത്തിൽ CPM-നെതിരെ ഇന്ത്യയിൽ CPM എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രസക്തിയുള്ളൊരു സാധനമല്ല എന്ന് നികേഷിന് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. അപ്പോൾ CPM-ന് ഈ കേരളത്തിൽ മാത്രമുള്ള CPM-നെതിരെ നരേന്ദ്രമോദി ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടുവരേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്ന് യുക്തിപൂർവ്വം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. ഇവിടെ ശ്രീ KN ഗോപിനാഥ് ഇവിടെ പറഞ്ഞത് താങ്കളെക്കാളും നല്ല മനസ്സിലാക്കൽ ഇക്കാര്യത്തിൽ CPM-നെ സംബന്ധിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും താങ്കളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനുണ്ട്. ഒരു ഉദാഹരണം പറയാം. ആരാണ് ഇന്ത്യയിലെ കർഷക സമരത്തെ ഏറ്റവും ശക്തമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത്? ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, CPM ആണ്. പൗരത്വ പ്രശ്നം രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാക്കിയത് ആരാണ്? ഇടതുപക്ഷ ബുദ്ധിജീവികളാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഒരു പ്രസ്ഥാനം അതിൻ്റെ പാർലമെൻറ്റിലെ അംഗത്തെ വെച്ച് മാത്രമല്ല ഒരാശയത്തെ എങ്ങനെ രാജ്യത്തുടനീളം പടർത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് CPM-നെ എനിക്ക് തോന്നുന്നില്ല താങ്കളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം കുറച്ച് കാണുന്നുണ്ട് എന്ന്. അല്ല, ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, അങ്ങയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇന്ന് CPM-ൻ്റെ ഐഡിയോളജിയും CPM-ൻ്റെ കൊടിയും ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്ത് പ്രകടനങ്ങളും അതോടൊപ്പം തന്നെ ചിന്തകളും നടത്തുന്ന ചില സംവിധാനങ്ങൾ ഇന്ത്യയിൽ ചെറുതായിട്ടാണെങ്കിൽ അവശേഷിക്കുന്നുണ്ട്. പഴയത്ര ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, കുറച്ചൊക്കെ അവശേഷിക്കുന്നുണ്ട്. അതിന് ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഭീകരവാദികളും അതോടൊപ്പം തന്നെ നക്സലൈറ്റുകളും അർബൻ നക്സലൈറ്റുകളും ഒക്കെ പിന്തുണയും കൂടെ കൊടുക്കുന്നത് കൊണ്ട് അവർ ബൗദ്ധികമായ ചില വാതാവരണം BJPക്കും ഇന്ത്യക്കുമെതിരെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കാതെ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാനിവിടെ പറയുന്ന വിഷയം നിയമങ്ങളെല്ലാം പിൻവലിക്കേണ്ടി വന്നു. പാർലമെന്റ് നിയമങ്ങളെല്ലാം പിൻവലിക്കേണ്ടി വന്നു. ശുദ്ധ അസംബന്ധം പറയുന്നത് അദ്ദേഹം. ഒരു കാർഷിക നിയമം പിൻവലിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ പൗരത്വ ഭേദഗതി നിയമം ഒന്നും പിൻവലിച്ചിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമം ഇപ്പോഴും നിലവിലുണ്ട്. കാർഷിക നിയമം പിൻവലിച്ചു. കാരണം എന്ത് നിങ്ങൾ ഡെമോക്രസിയുടെ വാർഡ് പോലെ നിലനിൽക്കി തൂക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ അതൊക്കെ ശ്രീ ഗോവിന്ദാഥ്, ഞാൻ അങ്ങേക്ക് വേറെ അല്ലല്ല ഒറ്റ പോയിന്റ് വിഷയത്തിലേക്ക് വരട്ടെ. ഇവിടെ ഇപ്പോ ഗോപിനാഥ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോ CMRL-ൻ്റെയും കൂടെ വക്താവും വീണാ വിജയന്റെ വക്താവുമായിട്ട് ഒരാളിനെ നിങ്ങൾക്ക് ഈ പാനലിസ്റ്റായിട്ട് കിട്ടിയതിൽ മഹാഭാഗ്യമാണ്. CITUവിൻ്റെ ഒക്കെ ഗതികേട് നോക്കണേ. അദ്ദേഹം ഒരു പൊട്ടക്കണ്ണനല്ല. അദ്ദേഹം CRML-നെയും നന്നായിട്ട് ന്യായീകരിക്കുന്നുണ്ട്, വീണാ വിജയനെയും നന്നായിട്ട് ന്യായീകരിക്കുന്നുണ്ട്, കുത്തക മുതലാളിയെയും കുത്തക വിരുദ്ധ പാർട്ടി എന്ന് പറയുന്ന CPM-നെയും ഒരുപോലെ ന്യായീകരിക്കാനുള്ള വേഷം കെട്ടി വന്നിരിക്കുന്ന അങ്ങ് യഥാർത്ഥത്തിൽ മഹാനാണ് എന്നാണ് ശ്രീ ഗോപിനാഥിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് അഭിനവ കമ്മ്യൂണിസത്തിൻ്റെ ഗതികേടും കൂടിയാണ് എന്ന് ഞാൻ അതിനോടൊപ്പം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും KN ഗോപിനാഥ് ഇവിടെ ഒരു രേഖയും വീണാ വിജയനെ ന്യായീകരിച്ച് ഹാജരാക്കിയിട്ടില്ല. എന്തുകൊണ്ട് കോടതിയിൽ പോയിട്ട് അവരുടെ പേരൊഴിവാക്കണമെന്ന എൻ്റെ ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് ഈ പ്രേക്ഷക സമൂഹത്തിന് കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു. ഇനി ആകെ ചെയ്യേണ്ടത്, നേരത്തെ ശ്രീ ഇവിടെ ചോദിച്ചു ഇനി 4 മാസമാണ് സമയം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 4 മാസം എന്ന് പറയുന്നത് കമ്പനികാര്യ മന്ത്രാലയം നടത്തുന്ന അന്വേഷണത്തിനാണ്. CBI അന്വേഷണം നടത്താൻ മാസത്തിൻ്റെ കണക്കൊന്നും ആവശ്യമില്ല. ED-യുടെ അന്വേഷണം നടത്താൻ മാസത്തിൻ്റെ കണക്കൊന്നും ആവശ്യമില്ല. അതോടൊപ്പം തന്നെ DRIക്ക് അന്വേഷണം നടത്താനും മാസങ്ങളുടെ കണക്ക് ആവശ്യമില്ല. അപ്പോൾ എനിക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് പറയാനുള്ളത്, ഈ എക്സാലോജിക് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കർണാടകയിലാണ്. കർണാടക ഇന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവിടുത്തെ സിദ്ധരാമയ്യരോട് ഒന്ന് പറയുക, നിങ്ങൾ ഈ എക്സാലോജിക് പിണറായി വിജയനെതിരെയുള്ള മോൾക്കെതിരെയുള്ള എക്സാലോജിക് കമ്പനിക്കെതിരെ CBI അന്വേഷണം നടത്തണമെന്ന് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടാൻ തയ്യാറാണോ എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരോട് എനിക്ക് മിനിമം ഒരു ചോദ്യം. രണ്ടാമത്, ഇത്രയും വലിയൊരു കൊള്ള നടത്തിയ പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ൻ്റെ ഏക മുഖ്യമന്ത്രിയുള്ള പിണറായി വിജയൻ്റെ പാർട്ടിയുമായി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അഴിമതി മുന്നണിയിൽ നിന്ന് കോൺഗ്രസ് ഈ CPM-നെ പുറത്താക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളുടെ യഥാർത്ഥത്തിൽ പിണറായി വിജയനും ഇവിടുത്തെ VD സതീശനും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഏജന്റുമാർ 2 പേരാണ്.
ഒന്ന് രാഹുൽ ഗാന്ധിയും ഒന്ന് യെച്ചൂരിയുമാണ്. അല്ലാതെ വി മുരളീധരനെ പോലെ മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന അന്തസ്സുറ്റ പൊതുജന പ്രവർത്തനത്തിൻ്റെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു മനുഷ്യനെ ഇതിലേക്ക് നിങ്ങൾ വലിച്ചഴക്കേണ്ട. ഏജന്റ് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും സംശയം വേണ്ട. അത് രാഹുൽ ഗാന്ധിയും യെച്ചൂരിയുമാണ്. ഈ കള്ളക്കടത്തിൻ്റെയും കരിമണൽ കടത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഏജന്റുമാരായിട്ട് നിന്ന് ഇവിടുത്തെ വി ഡി സതീശനെ കൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്നതിന് പകരം പിണറായി വിജയന്റെ പ്രീതിപക്ഷ നേതാവായിട്ട് ഇങ്ങനെ നിയമസഭയിൽ നിന്ന് പോലും ഒളിച്ചോടുന്ന ഭീരുവായിട്ട് ഇത്തരത്തിൽ അഴിമതിക്കെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിൽ പല്ലും നഖവും വലിച്ചൂരി നിർത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും ചേർന്നാണ്. നിങ്ങളാണ് ഒരുമിച്ച് ചേർന്ന് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് രാജ്യത്തെ പുറകോട്ടടിക്കാൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മുന്നണിയുടെ അഴിമതിയാണ് പിണറായി വിജയൻ മാത്രമല്ല വി ഡി സതീശനും ചേരുന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാടുകൾ വ്യക്തമായിരിക്കുന്നു. ഏതായാലും ചോദ്യം ഇതാണ്, പ്രതിരോധം ശക്തമാണോ എന്നുള്ളതാണ്. പ്രതിരോധം ശക്തമാണ് എന്ന് കെ എൻ ഗോപിനാഥ് വിശദീകരിക്കുമ്പോൾ ദുർബലമാണ് എന്ന് അനൂപ് പറയുന്നു. ഒപ്പം തന്നെ BJP ഇക്കാര്യത്തിൽ തങ്ങളൊരു സുതാര്യമായ പരിശോധനയാണ് നടത്തി വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുരേഷ് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്കിൽ ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഈ പറയുന്ന നീക്കങ്ങളെങ്കിലും ഉണ്ടാകുമായിരുന്നോ എന്നുള്ളതാണ്. ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല, തുടരും. You are watching Reporter Evening Show.